ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ 3 റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. 3 മിഡിൽ ഈസ്റ്റേൺ ഡിഷസ് ആണേ. അപ്പോ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ചിക്കൻ ഗ്രിൽ, 2 ഹമ്മസ്, 3 മുത്തബൽ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ചിക്കൻ ഗ്രിൽ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: തക്കാളി ഒരു വലുത്, ഇഞ്ചി 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ളത്, വെളുത്തുള്ളി 5 എണ്ണം, മല്ലിയില ഒരു കൈപ്പിടി നിറയെ. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർക്കാം. നല്ല കട്ട തൈര് വേണേ ചേർക്കാനായിട്ട്. ഒരു 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ആയാലും മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 850 ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 hour എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. എന്നാലേ ഇതിന്റെ ഫ്ലേവർ എല്ലാം ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 1 hour ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രിൽ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ വരെ മതിയാകും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ബാക്കി വന്ന ചിക്കൻ പീസസ് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുത്തിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ തവയിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ചിക്കൻ എല്ലാം ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രൈയിലെ ചിക്കൻ എന്തായെന്ന് നോക്കാം. അതിവിടെ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഹമ്മസ്. ഹുമ്മൂസ് എന്നാൽ ചിക്ക് പീസ് അല്ലെങ്കിൽ കടല. ഇതും ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെള്ളക്കടല നന്നായിട്ട് കുതിർത്ത് വേവിച്ചെടുത്തത്, കടലയും അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി അതിലേക്ക് നമുക്ക് തഹിന പേസ്റ്റ് ചേർക്കാം. അതെന്താന്ന് വെച്ചാൽ വെളുത്ത എള്ള് വറുത്തെടുത്ത് അതിലേക്ക് ഒലിവ് ഓയിലും ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇതൊരു 4 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരയ്ക്കണേ. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ ആ കടലയിൽ ചേർത്ത വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ ഇത്ര സ്മൂത്ത് ആയിട്ട്
അരഞ്ഞു കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ചിക്ക് പീസും മിന്റ് ലീവ്സും പെപ്രിക്ക പൗഡറും ഒലിവ് ഓയിലും ചേർത്ത് ഗാർണിഷ് ചെയ്യാൻ. ഞാനിവിടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ യൂസ് ചെയ്യണേ. നല്ല ടേസ്റ്റിയാണ്, കൂടാതെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണിത്. ഇതൊരു ഡിപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുബൂസിൻ്റെ കൂടെയും ഗ്രില്ലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുബൂസിൻ്റെ കൂടെയൊക്കെ ഒരു ഡിപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിൻ്റെ പേര് മുത്തബൽ, അതായത് എഗ് പ്ലാന്റ് ഇല്ലേ, വലിയ വഴുതനങ്ങ, അതുകൊണ്ടുണ്ടാക്കുന്ന ഡിഷാണ്. ആദ്യമായി നമുക്ക് ഗ്രിൽ പാൻ എടുത്ത് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായ ശേഷം കഴുകി വൃത്തിയാക്കിയ എഗ് പ്ലാന്റ് ഒരു 3 എണ്ണം ഞാനിങ്ങനെ നടുവിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടുവിൽ വരഞ്ഞു കൊടുക്കുന്നത്. 3 ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി അത് നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്മാഷ് ചെയ്ത എഗ് പ്ലാന്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്ത ഗാർലിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എള്ളരച്ചത്, അതായത് തഹിന പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തഹിന പേസ്റ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പോമഗ്രാനൈറ്റും ഒലിവ് ഓയിലും സമക് പൗഡറും ചേർത്ത് ഞാനിവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സമക് പൗഡർ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ 3 റെസിപ്പിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അടിപൊളിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ പുതിയ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.